ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. ഒരു ക്രിസ്പി ആയിട്ടുള്ള സോയ ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത സോയ ചങ്ക്സ്, 2 തണ്ട് കറിവേപ്പില, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വറുക്കാൻ ആവശ്യമായ ഓയിൽ. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോയ ചങ്ക്സിലേക്ക് ഇത് നന്നായിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഈ സോയ ചങ്ക്സ്. അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഓയിലിട്ടത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ടൈമിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ ഈ സോയ ചങ്ക്സ് കുക്കായി കിട്ടും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ പിന്നെ ഒരു പിഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഇവിടെ കളറിന് വേണ്ടി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ സോയയാണ്. നമുക്ക് ചെറുത് വേണമെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ സെയിം ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതേ മസാലകൾ തന്നെയാണ് ഇതിലേക്കും ചേർത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്കൊരു സ്നാക്കായിട്ടും കഴിക്കാം. പിന്നെ നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയാണത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം.